ആപ്പിളേ, എൻ്റെ പൊന്നാപ്പിളേ, എന്തോന്നടേ ഇതൊക്കെ? ആരടേ ഇവിടെ ഈ പ്രോഡക്റ്റിൻ്റെ R&D ചെയ്തുകൊണ്ടിരിക്കണം? അമ്മമാർ എന്തൊരു ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എയർപോഡ്സ് മാക്സ് 2 ഇന്ന് റിലീസായി. ഇന്നലെ ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നത് 25 മാർച്ച് 25 തൊട്ട് 2099 ദിർഹം എന്ന് പറയുമ്പോൾ തന്നെ 50,000 എന്തോ ആയി ഓൾറെഡി. 50,000 രൂപ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. 50,000 രൂപ 60,000 രൂപ എന്തൊരു ആക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കണമെന്ന് പുതിയ ചിപ്സെറ്റ് വെച്ച്, അതായത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളവരെ ചിപ്പൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. മറ്റേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ബെറ്ററാക്കി, സ്പേഷ്യൽ ഓഡിയോ ബെറ്ററാക്കി, മറ്റത് മറിച്ചത് എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ഇതിലെ മെയിൻ പ്രശ്നം എന്തിനായിരുന്നെന്നറിയോ ആപ്പിള്? ഈ സാധനത്തിൻ്റെ ഡിസൈനായിരുന്നു. പിന്നെ നിങ്ങൾ ജട്ടി പോലെ ഇട്ടുകൊണ്ട് തുടങ്ങണ ഒരു ബ്രാ പോലെ ഇരിക്കണ ഒരു കേസുണ്ട്, ആ സാധനം കൂറയാണ്. നിങ്ങൾ യൂസ് ചെയ്തേക്കണ മെറ്റൽ വെച്ചിട്ട് നമുക്ക് മനുഷ്യർക്ക് ഈ സാധനവും വെച്ചുകൊണ്ട് ജിമ്മിൽ പോകാനോ കുറേ നേരം ഈ സാധനവും ചെവി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചെവി ചൂടായിട്ട് മനുഷ്യൻ്റെ തല വേനിച്ച് തുടങ്ങും. ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറഞ്ഞത് അതാണ്. ഒരു സാധനം പുതിയതായിട്ട് ഇറക്കുമ്പോൾ അതിനെ വേണം മാറ്റേണ്ട, അല്ലാതെ പുതിയ കളറും അടിച്ചു കൊടുത്തിട്ട് പുതിയ ചിപ്സെറ്റും വെച്ച് നമ്മളെന്തൊരു മഹത്തായ എന്തൊരു സാധനവും കൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഇതൊരു വൃത്തികെട്ട ഒരു പരിപാടിയായി പോയി ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സൗണ്ട് ക്ലാരിറ്റിയും മറ്റതൊക്കെ വേറെ ലെവലാണ്, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഇതിൽ നമുക്ക് വയർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോസ്ലെസ് ഓഡിയോ കിട്ടും. അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി വയർ വെച്ച് കണക്ട് ചെയ്താൽ ലോസ്ലെസ് ഓഡിയോന് കിട്ടും. ബട്ട് സ്റ്റിൽ the whole point was to change the design and you never bothered one bit. വളരെ സങ്കടമുണ്ട്. എന്തിനാണെങ്കിലും അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കര കുറേ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇതിലെ മെയിൻ പരിപാടി അതൊന്നും മാറിയിട്ടില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. കാശ് കുറേ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളി എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല.